ഞാനേ ഇന്നൊരു മുട്ടക്കറിയാണ് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ മുട്ടക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ സവാള കുനുകുനാ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുട്ട. അപ്പോൾ കുക്കർ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കുക, എണ്ണ ഒഴിക്കണം, സവാളയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് വൈകിട്ട് നമ്മൾ സമയമൊന്നും കളയണ്ട. 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതിട്ട് ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പും ഇടണം കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള വഴണ്ട് കിട്ടും, വെന്ത് കിട്ടും. ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കർ ഒരു 3-4 വിസിൽ കേൾക്കുന്നിടം വരെ അടച്ചു വയ്ക്കാം. അപ്പോൾ വിസിൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് ഒരു 3-4 കറിവേപ്പിലയും, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സവാള അത് കണ്ടോ നല്ല വെന്ത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴറ്റി ഒന്ന് സമയം കളയണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച്, മസാലയാണെങ്കിൽ നമ്മൾ പെരിഞ്ചീരകവും ഗ്രാമ്പും എല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഇടികല്ലിലൊന്ന് ഇടിച്ചെടുക്കുന്നേ. അപ്പോൾ അതായിട്ടോ ഇട്ട് കൊടുക്കുന്നേ. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ അതും ഇട്ട് നല്ല പോലെ തിളയ്ക്കുമ്പോഴത്തേനും നമ്മുടെ മുട്ട നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് നടുക്കൂടെ ഒന്ന് വരഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള വെരി സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ, വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയും ചപ്പാത്തിയും ഒരു ഗ്ലാസ് ചായയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബൈ.